ഗുഡ് ഈവനിംഗ്. ന്യൂസ് ബ്രേക്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. ഇന്ന് ഇതുവരെയുള്ള വാർത്തകളുടെ ഏറ്റവും സമഗ്രമായ റിപ്പോർട്ടുകൾ കാണാം. വിശദമായി ആദ്യ വാർത്തയിലേക്ക്. തീരുമാനം കാത്ത് നേതാക്കൾ, തെരുവിലിറങ്ങി പ്രവർത്തകർ. TV about you, director. Review for leg before. Start from the front foot, please. Yes, that's a process. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള പരസ്യ പ്രകടനങ്ങൾ വിലക്കിയ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ മുന്നറിയിപ്പ് മറികടന്ന് VD സതീശനായി തെരുവിലിറങ്ങി ഇന്നും പ്രവർത്തകർ. രണ്ടാം ദിവസവും സംസ്ഥാന വ്യാപകമായി പ്രവർത്തകർ കൂട്ടത്തോടെ തെരുവിലിറങ്ങി. പ്രതിഷേധം കണക്കിലെടുത്ത് തൃശൂർ DCC ഓഫീസ് അടച്ചു. പട നയിച്ചവൻ നാടിനെ നയിക്കട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രകടനങ്ങളെല്ലാം നടക്കുന്നത്. അതേസമയം പ്രകടനങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് VD സതീശൻ തന്നെ രംഗത്തെത്തി. മികച്ച വിജയം നേടിയ സാഹചര്യത്തിൽ പാർട്ടിക്കും മുന്നണിക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നും നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ലെന്ന് VD സതീശൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. ആലുവയിൽ നിന്ന് വിഷ്ണു സുരേഷ്, കണ്ണൂരിൽ നിന്ന് അജീഷ് ജയകുമാർ എന്നിവർ ചേർന്നു. തത്സമയ വിവരങ്ങളുമായി ആദ്യം കണ്ണൂരിലേക്ക്. അജീഷ്, കണ്ണൂരിൽ എവിടെയൊക്കെയാണ് പ്രകടനങ്ങൾ ഉണ്ടായത്? എന്താണ് പ്രവർത്തകർ പറയുന്നത്? കണ്ണൂരിലാണ് ഏറ്റവും കൂടുതൽ VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രവർത്തകർ തെരുവിലേക്ക് ഇറങ്ങി. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇരിക്കൂർ മണ്ഡലത്തിലാണ്. ഇരിക്കൂറിലെ പ്രധാനപ്പെട്ട സ്ഥലമായ ശ്രീകണ്ഠാപുരത്താണ്. ഇവിടെയാണ് പ്രവർത്തകർ VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുദ്രാവാക്യമായി തെരുവിലേക്ക് ഇറങ്ങിയത്. കണ്ണൂരിൽ പല സ്ഥലങ്ങളിലും ഇന്ന് പ്രവർത്തകർ VD സതീശന് വേണ്ടി പ്രകടനം നടത്തി. പയ്യന്നൂരിലും എടയന്നൂരിലും ഒക്കെ പ്രവർത്തകർ ഇന്ന് പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. നമ്മളിപ്പോൾ ഉള്ളത് ശ്രീകണ്ഠാപുരത്താണ്. ഈ പ്രകടനങ്ങളൊക്കെ നിർത്തണമെന്നാണ് VDS തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. പാർട്ടി നടപടി വരുത്തില്ലേ? പാർട്ടി നടപടിയൊന്നല്ല നമുക്ക് വിഷയം. നമ്മുടെ കരുത്തനായ നേതാവ് കഴിഞ്ഞ 5 വർഷക്കാലം ഈ മണ്ണിൽ, കേരള നാട്ടിൽ പ്രതിപക്ഷത്തെ നല്ല രീതിയിൽ നയിച്ചുകൊണ്ട് ഈ 102 സീറ്റിൽ UDFന് അധികാരത്തിലെത്തിയ നേതാവാണ് VD സതീശൻ. അദ്ദേഹത്തെ തഴഞ്ഞുകൊണ്ട് ഈ ഇരിക്കൂറിന്റെ മണ്ണിൽ റീഇലക്ഷൻ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് നേതൃത്വത്തിന് തീരുമാനമെങ്കിൽ അത് ഏത് തരത്തിലുള്ള നടപടിയാണെങ്കിലും ആ നടപടി നേരിട്ടുകൊണ്ട് ശക്തമായ പ്രതിഷേധവുമായി ഇവിടുത്തെ UDF പ്രവർത്തകർ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. തീർച്ചയായും അദ്ദേഹത്തിനെതിരെ KC വേണുഗോപാൽ മത്സരിക്കാൻ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ നിലപാട്? പാർട്ടിയുടെ നേതാവാണ്. സജി ജോസഫിനെ ജയിപ്പിക്കാൻ അറിയുമെങ്കിൽ കളിപ്പറമ്പ് പയ്യന്നൂർ അത്ര വിദൂരമല്ല. അതുപോലെ നമ്മൾ പൊട്ടിച്ചടക്കിടും. ഇരിക്കൂറിനെ നന്നായി നയിക്കുന്ന ഇരിക്കൂറിന്റെ വികസന നായകൻ ഇവിടെ നയിക്കട്ടെ. ഇവിടെ വേറെ ആൾ ആവശ്യമില്ല. അദ്ദേഹം ശ്രീ സജീവ് ജോസഫ് ഇരിക്കൂറിനെ നയിക്കട്ടെ. ഇരിക്കൂറിന്റെ വികസന നായകൻ അദ്ദേഹം തുടരട്ടെ. അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അല്ലാണ്ട് പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കാതെ ഇങ്ങനെ ഒരു കെട്ടിയിറക്കൽ ഇവിടെ ആവശ്യമില്ല. ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഇനി ഇവിടെ വേണ്ട. ഒരു ഉപതെരഞ്ഞെടുപ്പ് ഇവിടെ വേണ്ട. അപ്പം അതാണ് ആ രോഷപ്രകടനമാണ് നമ്മൾ കണ്ടത്. അതായത് അജീഷ്, അത് തന്നെയാണ്. ഇന്നലെയൊക്കെ VD സതീശന് അനുകൂല പ്രകടനങ്ങൾ നടത്തി അവിടെ സതീശനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുകയായിരുന്നു എന്ന പ്രതികരണം കണ്ടെങ്കിൽ ഇന്നിപ്പോൾ അങ്ങനെയല്ല. പ്രതിഷേധ സ്വരത്തിലേക്ക് ആ കാര്യങ്ങൾ മാറുന്നുണ്ട്. KC വേണുഗോപാലിന് വേണ്ട എന്ന് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ഉറക്കെ പറയുന്ന ദൃശ്യങ്ങൾ ഓരോ ഇടങ്ങളിൽ നിന്ന് വരുന്നു. ഇനി ആലുവയിലേക്കാണ് വിഷ്ണു സുരേഷ് ചേരുന്നത്. തത്സമയം വിഷ്ണു, ആലുവയിലെ സ്ഥിതി എന്താണ്? പ്രകടനത്തിന്റെ സ്വഭാവം എന്താണ്? പ്രജിൻ, ആലുവ കീഴ്മാട് എന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ആലുവ കീഴ്മാട് കോൺഗ്രസ് പ്രവർത്തകർ ഒന്നാകെ VD സതീശന് വേണ്ടി തെരുവിലേക്ക് ഇറങ്ങുന്ന കാഴ്ച എറണാകുളത്ത് പലയിടങ്ങളിലും ഇന്ന് വിഷ്ണു സുരേഷാണ് ആലുവയിൽ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്പസം മുൻപ് കണ്ണൂരിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അവിടെ എല്ലാം തന്നെ ഒരു അനുകൂല പ്രകടനം എന്ന് പറയാൻ കഴിയാത്ത വിധം മാറിയിട്ടുണ്ട് പ്രവർത്തകരുടെ ഒരു വികാരം എന്നുള്ളതാണ്. അവിടെ പ്രതിഷേധ സ്വരം ഉയർത്തുന്നു, നേതൃത്വത്തെ പരസ്യമായി വെല്ലുവിളിക്കുന്നു. അത്തരം തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ
ഞങ്ങളത് അനുകൂലിക്കില്ല എന്ന് പറയുന്നു പ്രവർത്തകർ. KC ഇങ്ങോട്ട് വരണ്ട എന്ന് ഇരിക്കൂറിലെ ജനങ്ങൾ പറയുന്നു, അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നു എന്നുള്ളതാണ് സ്ഥിതി. അങ്ങനെ തെരുവിൽ മുഴുവനായി നോക്കുകയാണെങ്കിൽ VD സതീശൻ അനുകൂല പ്രകടനങ്ങൾ അത് പ്രതിഷേധ പ്രകടനങ്ങളായി, നേതൃത്വത്തെ എതിർക്കുന്ന പ്രകടനങ്ങളായി മാറുന്ന കാഴ്ചയാണ് ഇന്ന് കാണാൻ കഴിഞ്ഞത്. മറ്റു റിപ്പോർട്ടുകളിലേക്കാണ്. ഇടുക്കിയിൽ VD സതീശൻ അനുകൂല പ്രകടനം നടത്തിയ 4 പ്രാദേശിക നേതാക്കളെ പാർട്ടി പദവികളിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് DCC. ഹൈക്കമാൻഡ് നിർദ്ദേശം ലംഘിച്ച് പരസ്യമായി പ്രകടനം നടത്തിയതിനാണ് നടപടി. കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചകൾ ഇനി ഡൽഹിയിൽ. AICC നിരീക്ഷകർ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയ്ക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. പിന്നാലെ ചർച്ചകൾക്കായി നേതാക്കളെ ഹൈക്കമാൻഡ് ഡൽഹിക്ക് വിളിപ്പിച്ചു. ഞായറാഴ്ചയോടെ കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ലക്ഷ്യം. AICC നിരീക്ഷകരായ മുകുൾ വാസ്നിക്, അജയ് മാക്കൻ എന്നിവർ റിപ്പോർട്ട് പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയ്ക്ക് സമർപ്പിച്ചു. We had held one-to-one discussions with individual MLAs, and whatever they have said, we noted it down. It is not only the names, many people had many things to say. We have noted it down and we have submitted it to the High Command. MLA-മാരുടെ പിന്തുണ, ഘടകകക്ഷികളുടെ നിലപാട്, ജനവികാരം തുടങ്ങിയ 3 കാര്യങ്ങളാണ് നിരീക്ഷകർ പരിശോധിച്ചത്. സംസ്ഥാനത്ത് നടന്ന ശക്തി പ്രകടനങ്ങളെ ഹൈക്കമാൻഡിനോടുള്ള വെല്ലുവിളിയായി റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെ ചർച്ചകൾക്കായി രമേശ് ചെന്നിത്തല, VD സതീശൻ, സണ്ണി ജോസഫ് എന്നിവരെ നേതൃത്വം ഡൽഹിക്ക് വിളിപ്പിച്ചു. മുഖ്യമന്ത്രി ചർച്ചകളിൽ ഹൈക്കമാൻഡ് ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് 24-നോട് പറഞ്ഞു. 2-3 പേരുകൾ MLA-മാർ പറഞ്ഞിട്ടുണ്ട്, അവരാവശ്യം ഉന്നയിക്കുന്നവരുണ്ട്, മറ്റു നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. അവരിലൊരു പേരിലേക്ക് എത്താൻ സമന്വയത്തിൻ്റെ മാർഗമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. AICC അതിന് പരിശ്രമിക്കും, രാഹുൽജിയും ഖാർഗെജിയും അതിൽ ഇടപെടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒറ്റ പേരിലേക്ക് എത്തുമ്പോൾ എല്ലാവരും അത് സ്വീകരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിലവിൽ ഭൂരിപക്ഷ MLA-മാരുടെ പിന്തുണയുണ്ടെന്നാണ് KC വേണുഗോപാൽ പക്ഷം അവകാശപ്പെടുന്നത്. അതിനിടെ ശശി തരൂർ MP ഡൽഹിയിലെത്തി കോൺഗ്രസ് അധ്യക്ഷനോട് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. 24 ഡൽഹി. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകളിൽ തുടരുന്നതിനിടെ MLA-മാരുടെ പിന്തുണ രേഖപ്പെടുത്തിയ AICC നിരീക്ഷകരുടെ പട്ടിക പുറത്തുവന്നു. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിലാണ് ഫോട്ടോ സഹിതം വാർത്ത വന്നത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, T സിദ്ദിഖ്, സന്ദീപ് വാര്യർ തുടങ്ങിയവർ KC വേണുഗോപാലിനെ പിന്തുണച്ചു. ചിത്രത്തിലേത് യഥാർത്ഥ വിവരങ്ങൾ അല്ലെന്ന് AICC നിരീക്ഷകൻ മുകുൾ വാസ്നിക് 24-നോട് പറഞ്ഞു. കോൺഗ്രസ് മുഖ്യമന്ത്രി ചർച്ചയിലെ നിർണായക യോഗമാണ് ഇന്നലെ KPCC ആസ്ഥാനത്ത് നടന്നത്. നിയുക്ത MLA-മാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തങ്ങൾ പിന്തുണയ്ക്കുന്നവരുടെ പേര് AICC നിരീക്ഷകർക്ക് മുന്നിൽ വെച്ചു. അങ്ങേയറ്റം രഹസ്യ സ്വഭാവം സൂക്ഷിക്കേണ്ട ഈ വിവരമാണ് വാർത്താചിത്രമായി പുറത്തുവന്നത്. പുറത്തുവന്ന പട്ടിക പ്രകാരം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, T സിദ്ദിഖ്, സന്ദീപ് വാര്യർ, സജീവ് ജോസഫ്, TO മോഹനൻ, ഉഷ വിജയൻ തുടങ്ങിയവർ KC വേണുഗോപാലിനെയാണ് പിന്തുണയ്ക്കുന്നത്. രമേശ് ചെന്നിത്തല പക്ഷക്കാരനായ IC ബാലകൃഷ്ണൻ ചെന്നിത്തലയ്ക്കൊപ്പം KC വേണുഗോപാലിനും പിന്തുണ നൽകി. ആ പുറത്തു വന്ന ചിത്രത്തിന്റെ വസ്തു എന്താണെന്ന് ഞാൻ പറയുന്നില്ല. എനിക്കിത്രയേ പറയാനുള്ളൂ. കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ജനാധിപത്യ പാർട്ടിയിൽ ഇത്തരമൊരു എക്സസൈസ് നടക്കുന്നു എന്നുള്ളത്, ഒരു ജനാധിപത്യപരമായിട്ടുള്ള പ്രക്രിയ നടക്കുന്നു എന്നുള്ളതിനെ നിങ്ങളൊക്കെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. പുറത്തുവന്ന ചിത്രം ചർച്ചയായതോടെ അത് തെറ്റായ പട്ടികയാണെന്നും യഥാർത്ഥ വിവരങ്ങളല്ലെന്നും AICC നിരീക്ഷകർ മുകുൾ വാസ്നിക് 24-നോട് പറഞ്ഞു. This is not real, it is incorrect, and this doesn't reflect the deliberations. It is not correct at all. മുഖ്യമന്ത്രി ചർച്ചകളിൽ തന്റെ പിന്തുണ രേഖപ്പെടുത്താത്തതിൽ പരാതിയുമായി നിയുക്ത ഉദുമ MLA K നീലകണ്ഠൻ രംഗത്തെത്തി. K നീലകണ്ഠൻ VD സതീശൻ പക്ഷക്കാരനാണെന്ന് അവർ അവകാശപ്പെടുന്നു. VD സതീശനെ പിന്തുണയ്ക്കുന്നവരുടെ വിവരം AICC നിരീക്ഷകരുടെ കൂടിക്കാഴ്ചയിൽ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടോ എന്നും സംശയിക്കുന്നു. നിരീക്ഷകരുടെ റിപ്പോർട്ട് KC വേണുഗോപാലിന് അനുകൂലമാണെങ്കിൽ VD സതീശൻ പക്ഷത്തിന് റിപ്പോർട്ടിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാനാകും. 24 തിരുവനന്തപുരം. വെൽക്കം ബാക്ക്. ന്യൂസ് ബ്രേക്സ് തുടരുന്നു. കോൺഗ്രസിൽ പോസ്റ്റർ ഫ്ലക്സ് യുദ്ധത്തിന് അവസാനമില്ല. KC വേണുഗോപാലിനെയും VD സതീശനെയും അനുകൂലിച്ചാണ് പോസ്റ്ററുകളും ഫ്ലക്സുകളും സ്ഥാപിച്ചത്. VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് കോട്ടയത്ത് മധ്യവയസ്കൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. AICC വിലക്ക് ലംഘിച്ചാണ് പരസ്യ പ്രചാരണവും പ്രതികരണങ്ങളും നടക്കുന്നത്. നാച്ചുറൽ ചോയ്സ് VD എന്നാണ് തിരുവനന്തപുരത്ത് സതീശൻ അനുകൂലികൾ ഉയർത്തിയ പോസ്റ്റർ. കുഞ്ഞുഞ്ഞിനു ശേഷം KC എന്ന് മറ്റൊരു പക്ഷം. MLA ഹോസ്റ്റൽ, വെള്ളിയമ്പലം, പാളയം തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം പോസ്റ്റർ യുദ്ധമുണ്ട്.
KPCCക്ക് മുന്നിൽ സ്ഥാപിച്ച KC അനുകൂല പോസ്റ്ററിലും വെള്ളിയമ്പലത്ത് VD സതീശന്റെ ഫ്ലക്സിലും അജ്ഞാതർ കരിയോയിലൊഴിച്ചു. കോട്ടയത്ത് VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് മധ്യവയസ്കൻ നടുറോട്ടിൽ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ബേക്കറി ജംഗ്ഷനിൽ KCക്കായി പടുകൂറ്റൻ ഫ്ലക്സ് ഉയർന്നു. VD സതീശനെ അനുകൂലിച്ച് കാസർഗോഡ് നീലേശ്വരത്തും പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് അനുകൂലികൾ ആലുവ കീഴ്മാട് അനൗൺസ്മെന്റ് നടത്തി. ഇടുക്കി അടിമാലിയിലും മാങ്കുളത്തും രമേശ് ചെന്നിത്തലയ്ക്ക് അഭിനന്ദനങ്ങൾ അർപ്പിച്ച് ഫ്ലക്സ് ബോർഡുകളുണ്ട്. UDFനെ വൻ വിജയത്തിലേക്ക് നയിച്ചത് പ്രചരണ സമിതി ചെയർമാൻ രമേശ് ചെന്നിത്തല എന്നാണ് അവകാശവാദം. അതേസമയം ഡൽഹിയിലും ഫ്ലക്സ് യുദ്ധം തുടരുകയാണ്. ഡൽഹിയിൽ AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയുടെ വീടിന് മുന്നിൽ KC വേണുഗോപാലിനെതിരെ ഫ്ലക്സ് ഉയർന്നു. ഇന്ന് രാത്രി കേരള ഹൌസിൽ VD സതീശന് ഡൽഹി സർവകലാശാല വിദ്യാർത്ഥികൾ സ്വീകരണമൊരുക്കുന്നുണ്ട്. രഹസ്യപോരിന് ശക്തമായ വിലക്കുണ്ടെന്നും തെറ്റായ രീതിയെന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. അതും ബന്ധപ്പെട്ട നേതാക്കന്മാരും ശ്രദ്ധിക്കണം, അണികളും ശ്രദ്ധിക്കണം. ആരാ മുഖ്യ ശത്രു രാഷ്ട്രീയത്തിൽ? ഞങ്ങൾ ആരെങ്കിലും ഒരു നേതാവിന് എതിരായിട്ട് പറയുകയോ അനുകൂലമായിട്ട് വാദിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. അപ്പോൾ അത് എല്ലാവരും അവരവരുടേതായ രൂപത്തിലുള്ള അതിൻ്റെ സംയമനം പാലിക്കാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്. പരസ്യ പ്രചാരണവുമായി ബന്ധപ്പെട്ട് KPCC മുൻപേ തന്നെ സർക്കുലർ ഇറക്കിയിരുന്നു. വിഷയത്തിൽ ഹൈക്കമാൻഡിനും അതൃപ്തിയുണ്ട്. 24 തിരുവനന്തപുരം. VD സതീശന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണ ഉറപ്പിക്കാൻ പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൌസിൽ തിരക്കിട്ട അണിയറ നീക്കങ്ങൾ. VD സതീശനെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് നേതാക്കൾ കന്റോൺമെന്റ് ഹൌസിലെത്തി കൂടിക്കാഴ്ച നടത്തി. മുഖ്യമന്ത്രി പദവിയിൽ കുറഞ്ഞൊരു വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന കടുത്ത നിലപാടിലാണ് VD സതീശൻ പക്ഷം. VD സതീശനെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് നേതാക്കൾ കന്റോൺമെന്റ് ഹൌസിലെത്തി പിന്തുണ അറിയിച്ചു. N ശക്തൻ, MJ സെബാസ്റ്റ്യൻ, എൽദോസ് കുന്നപ്പള്ളി, M വിൻസെന്റ് MLA തുടങ്ങിയവർ സതീശനെ സന്ദർശിച്ചു. ഈ കേരളത്തിൽ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി ജനം പ്രതീക്ഷിക്കുന്ന ഒരു നേട്ടം കൈവരിച്ച ഈ കേരളത്തിൽ ജനം പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഒരു മുഖ്യമന്ത്രിയെ AICC നൽകുമെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അതൊക്കെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ, പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഞങ്ങൾക്കെല്ലാം പറയാനുള്ളതെല്ലാം നേതൃത്വത്തോട് പറഞ്ഞിട്ടുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവ് മോൻസ് ജോസഫും VD സതീശനെ സന്ദർശിച്ചു. ഞങ്ങളാരും അല്ലല്ലോ പറയണ്ടേ, അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം എടുക്കുന്നതിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്നു. അത് എത്രയും പെട്ടെന്ന് ഉണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അല്ല, ഞങ്ങളെല്ലാവരും ടീം UDF ആണ്. ടീം UDF ആ നിലത്തിൽ മുന്നോട്ട് പോകും. ക്രമസമാധാന ചുമതലയുള്ള ADGP H വെങ്കടേഷ് VD സതീശനെ കാണാനെത്തി. VD പക്ഷം അത്ര ചെറിയ പക്ഷമല്ലെന്ന് ഹൈക്കമാൻഡ് അറിയണം. അതിനുള്ള കരുനീക്കങ്ങളാണ് കന്റോൺമെന്റ് ഹൌസിൽ നടക്കുന്നത്. രണ്ടും കൽപ്പിച്ചാണ് VDയും അനുയായികളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കന്റോൺമെന്റ് ഹൌസിൽ നിന്ന് S വിനേഷ് കുമാർ, 24. വെൽക്കം ബാക്ക്. ന്യൂസ് ബ്രേക്സ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. കനത്ത തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPIM സംസ്ഥാന നേതൃത്വത്തിന് എതിരെ രൂക്ഷ വിമർശനവുമായി മുതിർന്ന നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി. മുഖ്യമന്ത്രിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തണമെന്ന് പാലോളി മുഹമ്മദ് കുട്ടി ആവശ്യപ്പെട്ടു. അതേസമയം പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവാകുമോ എന്ന കാര്യത്തിൽ ഞായറാഴ്ച ചേരുന്ന CPIM പോളിറ്റ് ബ്യൂറോ യോഗം തീരുമാനമെടുക്കും. പരാജയം വിലയിരുത്തുന്നതിനായി അടുത്തയാഴ്ച CPIM സംസ്ഥാന സമിതിയും യോഗം ചേരും. തമിഴ്നാട്ടിൽ വിജയ്ക്ക് സർക്കാർ രൂപീകരിക്കുന്നതിലെ അനിശ്ചിതത്വം ഒഴിയുന്നു. TVKയ്ക്ക് ഉപാധികളില്ലാതെ പിന്തുണ പ്രഖ്യാപിച്ച് CPIയും നിലപാട് വ്യക്തമാക്കി. പിന്തുണ കത്ത് TVKയ്ക്ക് കൈമാറി. സുസ്ഥിര മതേതര ജനാധിപത്യ സർക്കാരിനായാണ് പിന്തുണയെന്ന് CPI വ്യക്തമാക്കി. സർക്കാരിനെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുമെന്ന് VCKയും അറിയിച്ചു. ഇതോടെ വിജയ് ഭൂരിപക്ഷം ഉറപ്പിച്ചു. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. BJP നിയമസഭാ കക്ഷി യോഗത്തിൽ ഐക്യകണ്ഠേനയാണ് തീരുമാനം. നാളെ രാവിലെ 10 മണിക്ക് കൊൽക്കത്തയിലെ ബ്രിഗേഡ് ഗ്രൗണ്ടിലാണ് സത്യപ്രതിജ്ഞ. നിയമസഭാ കക്ഷി യോഗത്തിലെത്തിയ MLAമാരെല്ലാം ഒരൊറ്റ പേര് മുന്നോട്ട് വെച്ചു. തൃണമൂൽ കോൺഗ്രസിനെ തെരഞ്ഞെടുപ്പിൽ നയിച്ച മമതാ ബാനർജിയെ ഭവാനിപ്പൂരിൽ തോൽപ്പിച്ച സുവേന്ദു അധികാരി. കേന്ദ്ര നിരീക്ഷകനായി എത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തീരുമാനം പ്രഖ്യാപിച്ചു. ഒരു കാലത്ത് മമതയുടെ വിശ്വസ്തനായിരുന്ന സുവേന്ദു ഇത്തവണ മമതയെ തോൽപ്പിച്ച് മുഖ്യമന്ത്രി പദത്തിലേക്ക്. 2020 തൃണമൂൽ വിട്ട് BJPയിലേക്ക് എത്തുന്നത്. തൊട്ടടുത്ത വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ നന്ദിഗ്രാമിൽ മമതയെ അട്ടിമറിച്ചു. തീവ്ര ഹിന്ദുത്വ നിലപാട് പരസ്യമായി പറയുന്ന നേതാവാണ് സുവേന്ദു. ഇത്തവണ SIRനൊപ്പം ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം BJPക്ക് മേൽക്കൈ സമ്മാനിക്കുകയും ചെയ്തു. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. നാളെ രാവിലെ 10 മണിയോടെയാണ് ചടങ്ങ്.
പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് എത്തും. NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ചടങ്ങിനെത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നിലവിലെ നിയമസഭയെ കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് ഗവർണർ ഇന്നലെ പിരിച്ചുവിട്ടിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം അംഗീകരിക്കാത്ത മമതാ ബാനർജി ഇതുവരെ ലോക്ഭവനിലേക്ക് എത്തുകയോ രാജി സമർപ്പിക്കുകയോ ചെയ്തിട്ടില്ല. ബംഗാൾ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ യുഗത്തിന് സുവേന്ദു അധികാരിയിലൂടെ BJP തുടക്കമിടുകയാണ്. BJPയുടെ നിയമസഭാ കക്ഷി യോഗം നടന്ന വിശ്വ ബംഗ്ലാ കൺവെൻഷൻ സെന്ററിൽ നിന്നും വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.